മസായിമാരയിലെ പരുക്കൻ മൺപാതകളിലൂടെ ഞങ്ങളുടെ സഫാരി വാഹനം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസം കെനിയയിൽ മസായിമാരയിലെ വന്യജീവികൾക്കൊപ്പമുള്ള അവിസ്മരണീയമായ സഫാരിയും ഗോത്രവർഗമായ മസായി ജനതയുടെ ഗ്രാമവും സന്ദർശിച്ച ശേഷം ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് യാത്ര ചെയ്യുകയാണ്. തിരിച്ചു പോകും വഴി സെക്കനാനി എന്ന മസായിമാരയിലേക്കുള്ള ഒരു പ്രവേശന കവാടത്തിന് മുന്നിൽ അല്പസമയം ഞങ്ങളുടെ വാഹനം നിർത്തി. അവിടെയും കരകൗശല വസ്തുക്കൾ വിൽപ്പന നടത്തുന്ന നിരവധി മസായി സ്ത്രീകളുണ്ടായിരുന്നു. അവർ ഞങ്ങളുടെ വാഹനത്തിന് ചുറ്റും കൂടി. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മസായിമാരയ്ക്ക് അകത്ത് പ്രവേശിച്ചിരുന്നത് ഒലൂലമൂട്ടിയ എന്നു പേരുള്ള മറ്റൊരു ഗേറ്റിൽ കൂടിയായിരുന്നു. മസായിമാരയ്ക്കുള്ളിൽ പ്രവേശിക്കാൻ മൊത്തം 6 മെയിൻ ഗേറ്റുകളുണ്ട് അത്രേ. മസായികളുടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ തന്നെ വേറിട്ടതാണ്. കടും നിറത്തിലുള്ള കളർഫുൾ വസ്ത്രങ്ങളാണ് അവർ ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ ഏത് ആൾക്കൂട്ടത്തിലും മസായി ഗോത്രക്കാരെ നമുക്ക് വേഗത്തിൽ തിരിച്ചറിയാൻ പറ്റും. മസായിമാരയോട് യാത്ര പറഞ്ഞ് ഞങ്ങളിനി പോകുന്നത് ഡ്രൈവർ ജെയിംസ് പറഞ്ഞതുപോലെ ലേക്ക് നക്കൂരുവിലേക്കാണ്. ദ ഗ്രേറ്റ് റിഫ്റ്റ് വാലിക്കുള്ളിലുള്ള അതിപ്രശസ്തമായ ഒരു തടാകമാണ് ലേക്ക് നക്കൂരു. ലഞ്ച് ടൈം ആയപ്പോൾ ഞങ്ങൾ അവിടെ ഒരു പ്രദേശത്ത് വണ്ടി നിർത്തി. എവാസോ ഗീരോ എന്നായിരുന്നു ഈ സ്ഥലത്തിന്റെ പേര്. ഈ യാത്രയിൽ 5 വ്യത്യസ്ത രാജ്യക്കാരായ 8 പേരുടെ ഒരു ഗ്രൂപ്പായിരുന്നു ഞങ്ങൾ. അതിൽ ബ്രിട്ടീഷുകാരിയായ സെലീന ഇന്ന് ഞങ്ങളോട് യാത്ര പറഞ്ഞ് മറ്റൊരു ഗ്രൂപ്പിന്റെ കൂടെ പോവുകയാണ്. സെലീനയോട് കഴിഞ്ഞ ദിവസങ്ങൾ സംസാരിച്ചിരുന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു എന്നോട്. ഒരിക്കലും പോവാൻ ഇഷ്ടമില്ലാത്ത ഒരു രാജ്യമാണത്ര ഇന്ത്യ. കാരണം അന്വേഷിച്ചപ്പോൾ ഇന്ത്യയിൽ മുൻപൊരിക്കൽ വന്നിരുന്നുവെന്നും ഉണ്ടായിരുന്ന അനുഭവങ്ങളെല്ലാം മോശമായിരുന്നെന്നും പറഞ്ഞു. പോകുന്നതിന് മുൻപ് ഞാൻ ആ ടോപ്പിക് ഒന്നുകൂടെ എടുത്തിട്ടു. സംസാരിക്കുന്നതിനിടെ വീഡിയോ ശരിക്കും എടുക്കാൻ കഴിഞ്ഞില്ല. Why you hate India? Why you scared India? Scared of what? India. Why you scared? No, you're scared India. Why you scared? Yeah, We are curious. If you show me the good side, then I'll take it back. Okay. You gonna show me the good side? You have some bad experience, I believe. Yeah. So what was it? All of it. No, what was it? All of it. from when I got on the plane, Okay. the food was bad. From when I land, Okay. the airport was bad. Okay. So you already visited India, right? But you അവൾ said വന്നിറങ്ങിയത് ബോംബെ എയർപോർട്ടിലും അതുപോലെ പോയത് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലേക്കുമായിരുന്നു എന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. എന്തായാലും ഞാനപ്പോൾ ഇന്ത്യയെക്കുറിച്ച് ഒരു ഐഡിയ കൊടുത്തു. വ്യത്യസ്ത സ്റ്റേറ്റുകളും ഓരോ സ്റ്റേറ്റിനും ഡിഫറെൻറ്റ് കൾച്ചർ, ലാംഗ്വേജ്, ഫുഡ് എല്ലാമായി എൻ്റയർലി ഡിഫറെൻ്റ് ആണ് ഓരോ ഇന്ത്യൻ സ്റ്റേറ്റ്സും. സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളെയും കേരളത്തെക്കുറിച്ച് ഞാൻ പരിചയപ്പെടുത്തിയപ്പോൾ കേരളത്തിലേക്ക് തീർച്ചയായും ഒരു ട്രാവൽ പ്ലാൻ ചെയ്യുമെന്ന് അറിയിച്ചു. ഒരു ഇന്ത്യൻ ഹേറ്ററുടെ മനസ്സ് മാറിയപ്പോൾ ഐ ഫെൽറ്റ് റിയലി പ്രൗഡ്. കെനിയൻ കരകൗശല വസ്തുക്കൾ വിൽപ്പന നടത്തുന്ന ഒരു സുവനീർ ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ. കെനിയ വെറും വന്യജീവികളും സഫാരികളും മാത്രമല്ല, എല്ലാ സുവനീറുകളിലും കൊത്തിയെടുത്ത കലയുടെയും ഐഡന്റിറ്റിയുടെയും സംസ്കാരത്തിന്റെയും നാടാണ്. വളരെ വിശാലമായ ഒരു ഷോപ്പ് തന്നെയായിരുന്നു അത്. ഞാൻ അവിടെയുള്ള കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് അങ്ങനെ നടന്നു. പാരമ്പര്യങ്ങളുടെ ഒരു നിധിപ്പെട്ടി തന്നെയാണ് ഇതെന്ന് പറയാം. കറുത്ത നിറത്തിലുള്ള ഈ ഗോത്ര തടി ശില്പങ്ങൾ മസായി ഗോത്രങ്ങളെയോ കുടുംബരംഗങ്ങളെയോ മൃഗങ്ങളെയോ ചിത്രീകരിക്കുന്നു. ആഫ്രിക്കയിലെ വിലയേറിയതും കാഠിന്യമുള്ളതുമായ തടിയായ എബോണി മരത്തിൽ നിന്നാണ് ഇവ നിർമ്മിക്കുന്നത്. ഇത് കേവലം അലങ്കാരത്തെക്കാൾ ഗോത്രങ്ങളുടെ അഭിമാനവും പാരമ്പര്യവും വഹിക്കുന്നു. നല്ല ഭംഗിയുള്ള ചെരുപ്പുകളുണ്ട് ഞാനവിടെ. പ്രാദേശിക കരകൗശല വിദഗ്ധർ കൈകൊണ്ട് നിർമ്മിച്ചതാണിത്. ഇതിലെ ഡിസൈൻ വ്യത്യസ്ത ഗോത്ര പാറ്റേണുകളെയും അർത്ഥങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. കൊന്ത ആഭരണങ്ങൾ മസായി ഐഡന്റിറ്റിയുടെ കേന്ദ്രമാണ്. പച്ചനിറം ആരോഗ്യത്തെയും ഭൂമിയെയും പ്രതിനിധീകരിക്കുന്നു. കൊന്ത ആഭരണങ്ങൾ ഗോത്രത്തിലെ പ്രായം, സാമൂഹിക നില, വൈവാഹിക നില എന്നിവയെ സൂചിപ്പിക്കുന്നു. മൃഗങ്ങളുടെ ചെറിയ മിനിയേച്ചറും അതുപോലെ മാസ്കുകളും ഒരുപാടുണ്ടായിരുന്നു അവിടെ. ബിഗ് 5 അനിമൽസിൻ്റെയാണ് പ്രധാനമായിട്ടുണ്ടായിരുന്നത്. ആഫ്രിക്കയിലുള്ള പല ഗോത്രങ്ങളും മൃഗങ്ങളുടെ ശക്തിയിൽ ആഴത്തിൽ വിശ്വസിക്കുന്നവരാണ്. ഓരോ മൃഗവും ശക്തി, ക്ഷമ, ജ്ഞാനം അല്ലെങ്കിൽ നേതൃത്വത്തെ പ്രതിനിധീകരിക്കുന്നു. ആഫ്രിക്കൻ പൈതൃകത്തിന്റെ ജീവനുള്ള ഒരു മ്യൂസിയത്തിലൂടെ നടക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ഇവിടെയുള്ള ഓരോ ഇനവും നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള ഒരു കഥ മന്ത്രിക്കുന്നു. 40-ലധികം ഗോത്രങ്ങളുള്ള കെനിയയിലെ പ്രശസ്തമായൊരു ഗോത്രമാണ് കാംബ. കാംബ ഗോത്രം അവരുടെ മരത്തിൽ കൊത്തിയെടുത്ത കൊത്തുപണികൾക്ക് പേരുകേട്ടതാണ്, പ്രത്യേകിച്ച് മനുഷ്യരൂപങ്ങളുടെയും മൃഗങ്ങളുടെയും എല്ലാം. എന്നാൽ മുതിർന്നവർക്കിടയിൽ ഒരു വിചിത്രമായ വിശ്വാസമുണ്ട്. പൂർണ്ണചന്ദ്രനിൽ ഒരു ശില്പം കൊത്തിയെടുത്താൽ അത് വനാത്മാവിന്റെ ശ്വാസം നിലനിർത്തുന്നുവെന്ന്. അവർ പറയുന്നത് നിശബ്ദ രാത്രികളിൽ നിങ്ങൾ സൂക്ഷ്മമായിട്ട് ഈ ശില്പങ്ങളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവ മന്ത്രിക്കും അത്രേ, പ്രത്യേകിച്ച് പൂർവികരുടെയോ സിംഹങ്ങളുടെയോ ആകൃതികളോ.
ഈ കാരണം കൊണ്ട് തന്നെ അവർക്കിടയിൽ പ്രായമായിട്ടുള്ള കരകൗശല വിദഗ്ധർ ചന്ദ്രഘട്ടങ്ങളിൽ കൊത്തുപണി ചെയ്യുന്നത് ഒഴിവാക്കുമത്രേ. അതുപോലെ കെനിയയിലുള്ള മറ്റൊരു ട്രൈബിന്റെ പേരാണ് ലുഹിയ. നമ്മുടെ നാട്ടിലെ ആഭിചാരം എന്നൊക്കെ പറയുന്നത് പോലെ ഒരു സ്റ്റോറി ഞാൻ അവരെ കുറിച്ചിട്ട് കേട്ടു. ഇവിടെ നമ്മൾ പലതരം മുഖമൂടികൾ കാണും, മൃഗങ്ങളുടെയും ഗോത്രങ്ങളുടെയും എല്ലാം. എന്നാൽ ഒരിക്കലും വാങ്ങാൻ പാടില്ലാത്ത ഒരു മുഖമൂടി ഉണ്ടത്രേ. പൊള്ളയായ കണ്ണുകളും പാമ്പിന്റെ മാതൃകയും ഉപയോഗിച്ച് കൊത്തിയെടുത്ത ഒരു മരം മുഖമൂടി. ഗോത്ര ശുദ്ധീകരണ ചടങ്ങുകളിൽ ഒരു ദുഷ്ടാത്മാവിനെ കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു ആചാര മുഖമൂടിയാണെന്ന് പറയപ്പെടുന്നു. അത്തരം മുഖമൂടികൾ അപൂർവമാണ്. സാധാരണ ഇങ്ങനെയുള്ള സുവനീർ ഷോപ്പുകളൊന്നും അത് കാണില്ല. പക്ഷേ ചിലപ്പോൾ തെറ്റായിട്ട് കടകളിൽ എത്തുന്നു. അതിന്റെ ജന്മനാട്ടിൽ നിന്ന് വളരെ ദൂരെ കൊണ്ടുപോകുമ്പോൾ ആത്മാവ് നിങ്ങളെ പിന്തുടരുമെന്ന് അവർ പറയുന്നു. രാത്രിയിലെ വിചിത്രമായ ശബ്ദങ്ങൾ, തീയുടെ സ്വപ്നങ്ങൾ, ആരുമില്ലാത്തപ്പോൾ മന്ത്രിക്കൽ. വിൽപ്പനക്കാർ ഇത്തരം മാസ്കുകൾ നേരിട്ട് തൊടുന്നത് തന്നെ ഒഴിവാക്കുന്നു എന്നാണ് പറയുന്നത്. എന്തെല്ലാം വിശ്വാസങ്ങളാണല്ലേ. നമുക്കിതൊക്കെ അന്ധവിശ്വാസമാണെന്ന് തോന്നിയേക്കാം. പക്ഷേ ആഫ്രിക്കയിലുള്ള പല ഗോത്ര വിഭാഗങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ ശക്തമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. ഇവിടെയുള്ള ഈ ഭംഗിയുള്ളതും മിസ്റ്ററി നിറഞ്ഞതുമായ കാഴ്ചകൾ ഇങ്ങനെ കണ്ടു നടക്കുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് പുറകിലേക്ക് നമ്മൾ യാത്ര ചെയ്യുന്നത് പോലെ തോന്നും. വൈൽഡ് ലൈഫ് മാത്രമല്ല, ഈ ഗോത്ര വിശ്വാസങ്ങളിൽ കൂടി നമ്മൾ സഞ്ചരിക്കണം. അപ്പോഴാണ് ആഫ്രിക്കൻ യാത്ര നമുക്ക് പൂർണ്ണതയിലെത്തിക്കാൻ കഴിയും. നിങ്ങൾ എപ്പോഴെങ്കിലും കെനിയ സന്ദർശിക്കുകയാണെങ്കിൽ ഒരു സുവനീർ വാങ്ങിക്കരുത്. പകരമായിട്ട് അതിൻ്റെ ആത്മാവിനെയും പാരമ്പര്യത്തെയും പറയപ്പെടാത്ത കഥകളുടെയും ഒരു ഭാഗം നിങ്ങളുടെ കൂടെ കൊണ്ടുപോവുക. സുവനീർ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞാൻ നേരെ പോയത് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമ്മൾ കുറച്ച് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. കെനിയൻ ഭക്ഷണമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ കുറച്ച് പാട് തന്നെ ആയിരിക്കും നമുക്ക്. കെനിയക്കാരുടെ ഭക്ഷണത്തിൽ ഉരുളക്കിഴങ്ങിന്റെ ഒരു അതിപ്രസരം ഉള്ളതായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് നക്കൂരുവിലേക്കുള്ള യാത്ര ഞങ്ങൾ തുടർന്നു. അന്നൊരു ഞായറാഴ്ച ദിവസമായിരുന്നു. ചർച്ചിലെ പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങുന്ന കെനിയക്കാരെയും അതുപോലെ വഴിയോരങ്ങളിൽ ഞായറാഴ്ച മാത്രം പ്രവർത്തിക്കുന്ന സൺഡേ മാർക്കറ്റുകളും യാത്രയിൽ ഞങ്ങൾ കണ്ടു. കെനിയൻ തെരുവ് ജീവിതത്തിന്റെ ഒരു നേർക്കാഴ്ചയാണ് സൺഡേ മാർക്കറ്റുകൾ. നമ്മുടെ നാട്ടിലെ ആഴ്ച ചന്തകൾ എന്നൊക്കെ പറഞ്ഞ പോലെ. പഴങ്ങളും പച്ചക്കറികളും മുതൽ കൈകൊണ്ട് നെയ്ത കൊട്ടകൾ, വർണ്ണാഭമായ തുണിത്തരങ്ങൾ, വീടാഭരണങ്ങൾ എന്നിവയ്ക്ക് പുറമെ സെക്കൻഡ് ഹാൻഡ് വസ്ത്രങ്ങൾ വരെ ഇവിടെ കച്ചവടം ചെയ്യപ്പെടുന്നു. മിതുമ്പ എന്നാണ് സെക്കൻഡ് ഹാൻഡ് വസ്ത്ര വിൽപ്പനക്ക് ഇവിടെ പറയുന്നത്. അവയിൽ പലതും യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഏഷ്യയിൽ നിന്നും ഒക്കെയുള്ളവയാണ്. ചാരിറ്റിക്ക് സംഭാവന നൽകി കണ്ടെയ്നറുകളിൽ ശേഖരിച്ച് ഒടുവിൽ കെനിയൻ വിപണികളിൽ വിൽക്കുന്നു. ലണ്ടനിലെ ഒരാളുടെ പഴയ ജീൻസ് നൈറോബിയിൽ മറ്റൊരാളുടെ ഞായറാഴ്ചയിലെ ഏറ്റവും മികച്ചതായിരിക്കാം. പല കെനിയക്കാർക്കും മിതുമ്പ വെറുമൊരു സ്റ്റൈലല്ല, അത് അതിജീവനമാണ്. മസായിമാരിൽ നിന്ന് ഏകദേശം 5 മണിക്കൂർ യാത്ര ചെയ്യാനുണ്ട് നക്കൂരുവിലേക്ക്. മസായിമാരെ പോലെ തന്നെ സഫാരിയാണ് ലേക്ക് നക്കൂരുവിലുമുള്ളത്. പക്ഷെ മസായിമാരെ അപേക്ഷിച്ച് വളരെ ചെറുതാണ് നക്കൂരു നാഷണൽ പാർക്ക്. എന്നാൽ നക്കൂരുവിലെ ഏറ്റവും വലിയ ആകർഷണം അവിടെയുള്ള തടാകമാണ്. അതുകൊണ്ട് തന്നെ സമ്പന്നമായ പക്ഷി മൃഗാദികളാൽ ആകർഷകമാണ് നക്കൂരു. പിങ്ക് നിറത്തിലുള്ള ദശലക്ഷക്കണക്കിന് ഫ്ലമിംഗോ പക്ഷികൾ ഈ നക്കൂരു തടാകത്തിൽ ഒത്തുകൂടുമത്രേ. പിങ്ക് മാജിക് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. മൈഗ്രേഷൻ ടൈം ജനുവരി മാർച്ച് മാസങ്ങളിലാണ്. ഇപ്പോൾ സീസൺ ടൈം അല്ലാത്തതുകൊണ്ട് അത് നമുക്ക് കാണാൻ കഴിയില്ലെങ്കിലും മറ്റ് നിരവധി പക്ഷികളെ നമുക്ക് അവിടെ കാണാം. 400-ലധികം പക്ഷി ഇനങ്ങളുള്ള പക്ഷി നിരീക്ഷകരുടെ പറുദീസ് എന്നാണ് ലേക്ക് നക്കൂരു ദേശീയോദ്യാനം അറിയപ്പെടുന്നത്. ഈവനിങ് ആയിട്ടുണ്ട്. നക്കൂരുവിലുള്ള ഹോട്ടലിലേക്കാണ് നേരെ ഞങ്ങൾ ഇനി പോകുന്നത്. നാളെ രാവിലെയാണ് നമ്മുടെ നക്കൂരു സഫാരി. നീണ്ട യാത്ര കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ നക്കൂരുവിലുള്ള ഹോട്ടലിലെത്തി. What is the hotel name? Hilton. ഹിൽകോട്ട് റിസോർട്ട് ആൻഡ് സ്പാ. ഹോട്ടൽ ജീവനക്കാർ ഞങ്ങളെ ഹൃദ്യമായി തന്നെ സ്വീകരിച്ചു. ചെക്ക് ഇൻ ഫോർമാലിറ്റീസ് കഴിഞ്ഞ ശേഷം ഞാൻ എൻ്റെ റൂമിലേക്ക് നടന്നു. റൂമിനകത്തുള്ള ഗ്ലാസ്സിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല കാമായിട്ടുള്ള ഔട്ട്സൈഡ് വ്യൂ ആണ്. കെനിയയിൽ എൻ്റെ താമസത്തിനിടെ ഞാൻ പൊതുവായിട്ട് നോട്ടീസ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടെയുള്ള മിക്ക ഹോട്ടൽ മുറികളിലും നമുക്ക് ബൈബിളുകൾ കാണാം. ക്രിസ്തുമതം കെനിയൻ സമൂഹത്തിൽ ആഴത്തിൽ വേരൂന്നിയതാണ്. കെനിയക്കാരിലെ 85% പേരും ക്രിസ്ത്യാനികളാണ്. കൂടുതലും പ്രൊട്ടസ്റ്റന്റുകാരും കത്തോലിക്കരും. അതുപോലെ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യമാണ് കെനിയയിലെ വാഷ്റൂമുകൾ. പ്രത്യേകിച്ച് ഹോട്ടലുകളിലും പൊതുവായ സ്ഥലങ്ങളിലും സാധാരണയായി
യൂറോപ്യൻ ശൈലി മാനദണ്ഡങ്ങൾ പാലിക്കുന്നു. അതുകൊണ്ട് തന്നെ ടോയ്ലറ്റുകളിൽ നമ്മൾ ഹാൻഡ് സ്പ്രേ ഒന്നും കാണില്ല. മിക്ക തദ്ദേശവാസികളും വെള്ളമല്ല ടോയ്ലറ്റ് പേപ്പർ മാത്രമാണ് ഉപയോഗിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് ഇതല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പരിഷ്കാരമാണ്. ലേക്ക് നക്കൂരുവിലൂടെയുള്ള സഫാരി നാളെ അതിരാവിലെ തുടങ്ങണം. അതുകൊണ്ട് ഡിന്നർ കഴിച്ച് വേഗം ഉറങ്ങാൻ കിടന്നു. നക്കൂരുവിലൂടെയുള്ള സഫാരിയുടെ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ.